ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞു നമ്മളെ ഫാമിലിയിൽ വീണ്ടും ഒരു കല്യാണം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്ന്. ഏതായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. നമ്മളെ ഷോപ്പിങ്ങും കല്യാണവും കല്യാണത്തലേന്നും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് പകരം നമ്മൾ കല്യാണത്തിനാണ് എടുക്കണേ. പെരുന്നാളായല്ലോ. അപ്പോൾ അനുമോനിക്കും എനിക്കും ഷൈനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഫസ്റ്റ് ടാർഗറ്റ് ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയത്. ഞാൻ പ്രാവശ്യം ഡ്രസ്സ് എടുക്കണില്ല എന്നൊരു മൂഡിലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾക്ക് എടുക്കുന്ന ഡ്രസ്സ് വേണമെങ്കിൽ ഇപ്പോൾ എടുത്തോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കാണിച്ച ഈ ഡ്രസ്സുകളിൽ നിന്ന് 2 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുമോൻക്ക് ജേഴ്സി നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഒനിപ്പെട്ട ഒരു ജേഴ്സി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓനക്ക് ടീഷർട്ട് നോക്കാൻ വേറെ കടയിൽ കയറി. ഓനക്ക് വേണ്ടി കയറി ഫസ്റ്റ് കടയിൽ നിന്ന് ഓനക്കൊരു ടീഷർട്ട് എടുത്തു കേട്ടോ. ഓനക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോഴത്തെ ന്യൂജം പിള്ളേരമാരിങ്ങനെ ചെത്തി നടക്കുന്ന ഡ്രസ്സ് വേണം. അപ്പോൾ ഓന് പറയണമെന്ന് എവിടെയും കിട്ടാൻ അനുമോനെ നോക്കിയ കടയുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ നിഷാന് ടീഷർട്ട് നോക്കി. പക്ഷെ അതങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് കയറിയത് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ചെരുപ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് ആയി. അപ്പോൾ ദാ ഈ ഒരു ചെരുപ്പാണ് നിഷാദ് എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ. ഇപ്രാവശ്യം ഞാനാ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് സെലക്ട് ചെയ്തതാണ് ഈ ഒരു ചെരുപ്പ്. ഇപ്പം ഞാൻ കാലിൽ ഇട്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കും ഉണ്ടാകും കേട്ടോ. നിഷാദ് സെലക്ട് ചെയ്തതാണോ അതോ ഞാൻ സെലക്ട് ചെയ്തതാണോ എൻ്റെ കാലമൊക്കെ ഒന്നും കൂടി ഭംഗി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദാ ഞാൻ ഈ ഒരു സിൽവറാണ് സെലക്ട് ചെയ്തത്. ഞാൻ അതിനെ എടുക്കുകയും ചെയ്തിട്ട്. പക്ഷേ നിഷാവും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തത്. പിന്നെ എനിക്ക് വീട്ടിലെത്തി വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. കാരണം ഈ ചെരുപ്പ് തന്നെ ആയിരുന്നോ ഞാൻ എടുത്തതിനെക്കാട്ടിലും ഭംഗി എന്നൊരു തോന്നല്. അത് പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ പൊതുവെയുള്ള സ്വഭാവമാണെന്നും കരുതിയിട്ട് ഞാനവിടെ സമാധാനിച്ചിട്ട് പേരിൽ വന്നിട്ട്. കാരണം എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. ഇന്റത് ഏകദേശം ഒക്കെ ആയി കയ്യിലായിട്ടോ. പിന്നെ ദവൽക്ക് ഉണ്ടാക്കുകയാണ് കിട്ടാത്തത്. സാധാരണ ആണുങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ തിരയേണ്ടി വരിക. ഇവിടെ അനുമോൻക്കാണ് കേട്ടോ കൂടുതൽ തിരയേണ്ടേ. ഷൈനും അത്യാവശ്യം തിരയണം. അനുമോൻക്ക് ടീഷർട്ടിലും പാൻറ്റിലും ഒക്കെ ചെങ്ങല വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയായിരുന്നു. ന്യൂയോർക്കിൽ നിന്നാണ് പിന്നെ ഓനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നിഷായിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കണില്ല, എനിക്കൊന്നും ഇഷ്ടാവണില്ല, പിന്നെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ ആളാണ് നിഷാദ്. പിന്നെ തിരിച്ചു വരുമ്പോൾ കുന്തിപ്പുഴ എത്തണതിൻ്റെ മുന്നേ ഒരു കടയിൽ കയറിങ്ങാണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാമെന്നാണ് കയറിയതാണ്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. ഗൈസ്, കയ്യിലൊരു ഇട്ടതല്ലോ കൊണ്ടുപോണതല്ലോ, എന്നിട്ട് ഇത് വേറെ കളറാത്ര. എത്ര പറഞ്ഞിട്ട് ഇത് യെല്ലോ ആണെന്ന് സമ്മതിച്ചണില്ല കേട്ടോ. എൻ്റെ ഷോള് കാട്ടി കൊടുത്തിട്ടും കൂടിയും അല്ല അമ്മൂത് യെല്ലോ അല്ല എനിക്ക് തോന്നുകയാണ് എന്നാണ് പറയുന്നത് ആള്. എന്നിട്ട് അത് ഫിക്സ് ചെയ്തൊന്നും പറഞ്ഞ് ആള് പോയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് യെല്ലോ തന്നെയാണ്, നമുക്ക് എന്നാ വേറെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാറ്റിയെടുത്തു. അങ്ങനെ നിഷാദിനുള്ള ഡ്രസ്സും അനുമോൻക്കുള്ള ഡ്രസ്സും എനിക്കുള്ള ഡ്രസ്സും എല്ലാം കിട്ടിയിട്ടോ. തിരിച്ചു വരുന്ന വഴി നമ്മളെ കുന്തിപ്പുഴ എത്തണതിന് മുന്നേ തന്നെ മലയാളികൾ നടത്തുന്ന ഒരു പാനിപ്പൂരി ഉണ്ടല്ലോ, അതിൽ കയറി കുറച്ച് പാനിപ്പൂരിയൊക്കെ കഴിച്ചു. ഇപ്പൊ പിന്നെ വല്ല പാനിപ്പൂരി തന്നെ ഉള്ളൂ. ബംഗാളികൾ നാട്ടിൽ പോയിട്ട് പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും നോക്കും വന്നിക്കണോ എന്നുള്ളത്. വലുത് അത്യാവശ്യം അടിപൊളി ടേസ്റ്റ്. ഞാൻ കുറച്ച് പാർസലും വാങ്ങി. അതായത് 2 സെറ്റ് പാർസലും വാങ്ങി, ഒരു സെറ്റ് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അനുമോനെ പാനിപ്പൂരിയിലൊന്നും ഒതുക്കാൻ പറ്റൂല കേട്ടോ. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഓൻ അങ്ങനെ ഫുഡിന് വാശിയൊന്നും പിടിച്ചിരുന്നില്ല. ഒരു മുട്ടായി കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഫുഡിനൊക്കെ വാശി പിടിക്കലൊടുത്തിയ ടൈമാണ്. ഓനക്ക് വേണ്ടത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് അത് 2 ഓർഡർ ചെയ്തു. പിന്നെ ഓനക്ക് ബ്രൗണി ഷേക്ക് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ. അതൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു കോൾഡ് കോഫിയും പറഞ്ഞു. എനിക്ക് പിന്നെ തണുത്തത് പറ്റൂല, നമ്മൾ ജ്യൂസിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചായ കോഫിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എത്ര തണുത്തത് പറ്റൂല എന്ന് പറഞ്ഞാലും നമ്മളെ ചിരി നിൽക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനുമോൻ്റെന്നും നിഷാൻ്റെന്നും ഞാൻ ഓരോന്ന് ടേസ്റ്റ് നോക്കി. 2 നല്ല കിടിലം ടേസ്റ്റ് ചെയ്യുന്നു. കുറച്ച് ടേസ്റ്റ് നോക്കിയതിൻ്റെ പേരിൽ എൻ്റെ തൊണ്ടക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഞാനത് അങ്ങോട്ട് ശരിയാക്കി ഓക്കെ ആക്കി എടുത്തു കേട്ടോ. ലോഡഡ് ഫ്രൈസ് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ വീച്ചാട്ടിൽ നിന്ന് കഴിച്ചാൽ ലോഡഡ് ഫ്രൈസ് ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ, ചിക്കനും ഇല്ല, ചീസും ഇല്ല, ഒന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചീസ് ചിക്കന് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 വേറെ ഫ്ലേവറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അനുമോൻ ഈ വാശി പിടിക്കും, ആഗ്രഹം പറയുന്നല്ലാതെ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. 1 or 2 സ്പൂണോ കഴിച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ ഇടും. ഷവർമ അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ തന്നെയാണ്. അവൻ കുറച്ച് കഴിക്കും, പിന്നെ ബാക്കി അവിടെ ഇടും. ഇനി ജ്യൂസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കൂടുതൽ കഴിക്കൂല. പിന്നെ അവൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. അത് കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല, നമുക്ക് ഇത്രയും പ്രായമായിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എത്രത്തോളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെയെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കൂട്ടോ. അനുമോൻക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഓൻ അതെങ്ങനെയെങ്കിലൊക്കെ നേടിയെടുക്കട്ടോ. ഓൻ്റെ ആവശ്യങ്ങളൊക്കെ ഓൻ സെറ്റാക്കി എടുക്കും. ഞങ്ങളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ മണ്ണാർക്കാട് തന്നെയുള്ള ഒരു ഇൻഫ്ലുവൻസറെ കണ്ടിട്ടോ. വേറെ ആരുമില്ല, നമ്മളെ മണ്ണാർക്കാട്ടുകാരി തന്നെയാണ്. മണ്ണാർക്കാട്ടുകാരി എന്നുള്ള പേജിലൂടെ എല്ലാവർക്കും ഏകദേശം അറിയുന്ന ആൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആളവിടെ വീഡിയോ എടുക്കാൻ എന്തൊക്കെയോ വന്നതാണ് കേട്ടോ. മണ്ണാർക്കാട്ടിൽ നിന്ന് എത്തി കുറച്ച് പാനിപ്പൂരിയൊക്കെ സെറ്റാക്കി കൊണ്ടേ കൊടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വത്തക്ക വെച്ചിട്ടൊരു ജ്യൂസ് അടിക്കുകയാണ്. ശനി രാത്രി ഇനി ഫുഡ് വേണ്ട, എന്തെങ്കിലും ചെറിയൊരു ജ്യൂസ് മതിയാറുണ്ടോ. വത്തക്ക കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് അടിച്ച് അവിടെ വെച്ചിട്ടോ. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വീണ്ടും മാറ്റി റെഡിയായി നിൽക്കുന്നത്. പിറ്റേ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ജസ്റ്റ്
ജസ്റ്റ് അവിടെ നിന്ന് പോയി വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിന്നത് കേട്ടോ. പക്ഷെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിരുന്നു മുത്തമ്മയുടെ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ച് വരാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ. പ്ലാൻ ചെയ്യുന്നതന്നെ 9:45 10 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ. എന്തായാലും മോനു വിളിച്ചിട്ട് ഞാൻ എന്നാൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ വരുമോ നമുക്ക് പോവല്ലേ എന്ന് വെച്ചപ്പോൾ അങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓല് നേരെ കോട്ടപ്പാടത്തേക്ക് എത്തിയിട്ടോ. ഓല് പുറത്ത് തന്നെയായിരുന്നു, നിധി മോന് പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ നേരെ ഓല് എൻ്റെ അടുത്തേക്ക് വന്നു. വത്തക്ക ജ്യൂസ് അപ്പത്തേക്കും കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓൽക്ക് രണ്ടാൾക്കും ഓരോ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെയാണ് പോയത്. പാനിപ്പൂരിയിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കിയിട്ട് ഞാൻ കൊടുന്നു കൊടുത്തിട്ടോ. പക്ഷേ മോന് കഴിച്ചില്ല, പിന്നെ നിത കഴിച്ചു. അപ്പം ഞങ്ങൾ രണ്ടാളും ബാക്കി ഉണ്ടായിരുന്ന പാനിപ്പൂരിയും കൂടി സെറ്റാക്കിയിട്ടാണ് പിന്നെ പോയത്. ഞങ്ങൾ ചെല്ലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓല് കടക്കാതെ കാത്തിരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് വെള്ളം നിന്ന് പിന്നെ ബദാം പിസ്ത മിഠായി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടോ. മോനും നിധി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. പെരിയിൽ മാളിക്കുന്നിലെ മീനാണ്. അപ്പോൾ ഇവിടെ ചിക്കനാന്ന് കേട്ടപ്പോൾ മോന് പെട്ടെന്ന് തന്നെ ഇരുന്നു. ഞാൻ ചോറും തന്നെ ഇല്ലാന്നുണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചായ ഉണ്ടാക്കി തന്നിട്ടോ. അങ്ങനെ ആ ചായയും കുടിച്ചു. പിന്നെ അതാണ് നമ്മളെ ബ്രൈഡ് അത്യാവശ്യം അടിപൊളിയായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് വന്നിട്ട് ഇട്ട് കൊടുത്തതാണ്. മൈലാഞ്ചി ഇട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ റൂമൊക്കെ അങ്ങോട്ട് കയറിയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. നീയാണോ മൈലാഞ്ചി നിത? നിത ഇടുന്ന മൈലാഞ്ചിയുടെ ഡിസൈൻ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരണ്ടേ. ഇവിടെ ഐഡിയ ഉണ്ടോ? മൈലാഞ്ചി ഇതാ മുത്തുട്ടിയുടെ റൂം ഇന്ന് ഞങ്ങൾ കയ്യേറിയിക്കാണ്. സമയം എത്രയാണ്? സമയം പറയേ. 11:34 ഞങ്ങൾ കല്യാണം പേരെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അതാ എല്ലാരും ഉണ്ട്. പുതിയതാ എന്തായിരുന്നു ഇതാ? അന്ന് ഞങ്ങൾ പോവില്ല, മുത്തുട്ടിയുടെ റൂമിലായിരിക്കും ഞങ്ങള്. അതെ, ഇവിടെ അനുമോ ഉണ്ട്, പിന്നെ ഇവിടെ ഞാനുണ്ട്. ധനിത വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡ് ചുരുക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു പറയുമ്പോൾ. ഇരുന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ചതാ 1 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത്. മോനും അനിയൊക്കെ കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും മൈലാഞ്ചി ഇട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ എന്നെ നേരെ കോട്ടോപ്പാടത്ത് ആക്കിയിട്ടാണ് ഒരു തിരിച്ച് മാളിക്കുന്നിക്ക് പോയത്. കോട്ടോപ്പാടത്ത് എത്തി പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കടന്നുറങ്ങി. പിറ്റേ ദിവസം നമുക്കൊരു കല്യാണം ഉണ്ട്. ഈ കല്യാണം അല്ല കേട്ടോ, മുത്തമ്മടുത്തെ കല്യാണം അല്ല. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടായിരുന്നു. ഞങ്ങളിങ്ങനെ മുഖാമുഖമുള്ള വീടായിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു. അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അത്രയും വലിയ ബന്ധത്തിൽ നിന്ന് ഒന്ന് ചുരുങ്ങിട്ടോ. കാരണം അപ്പുറമുള്ള ആൾക്കാരാകുമ്പോൾ ഡെയിലി രാത്രിയായാലും പകലായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരവ് നിൽക്കലും അങ്ങനത്തെയൊക്കെ ഒരു സമയമായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. ഞങ്ങൾ കുറച്ച് ദൂരമായില്ലേ. ഓഡിറ്റോറിയത്തിലെത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മളെ പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കുന്നുണ്ട്. പഴയ ബന്ധങ്ങളൊന്നും പറയാൻ പറ്റൂല. ഞങ്ങളിപ്പോഴും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് വന്നിരുന്നാൽ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. ബീഫ് ബിരിയാണിയാണ് ഞാനെടുത്തത്. ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ചിക്കൻ സുർബിയാനി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എടുത്തിട്ടുണ്ടായില്ല. ഇതാണ് റജിത്താത്ത അവലെ മകൻ്റെ കല്യാണം കേട്ടോ. ഒറ്റ മകൻ തന്നെ ഉള്ളൂ. ഞങ്ങളിപ്പോഴും ആ ഒരു പെരയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോടത്തെ കല്യാണം പോലെ കൊണ്ടാടേണ്ട കല്യാണമാണ് കേട്ടോ. ഞങ്ങൾ വീട് പണി കഴിഞ്ഞ് അവിടെ എത്തിയ ടൈമിൽ ഞാനും സാജി അവിടെ ആരൊക്കെ കല്യാണം ഉണ്ട് എന്തൊക്കെയെന്നൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി, ചെറിയ കുട്ടിയുണ്ട്. ഞങ്ങൾ തിരിച്ച് പോരുന്ന ടൈമിൽ ഇവിടെ ഇരിക്കണ പോലെ ഒട്ടുമിക്ക ആൾക്കാരും വീടിൻ്റെ തൊട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി പകലെന്നില്ലാതെ നമ്മൾ അവിടെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടക്കായിരുന്നു. പിന്നെ ഇതാ കുന്നത്തെ ടീംസ് മൊത്തം ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിക്കൊണ്ടു. അവിടെ കുന്ന് എന്നാണ് അറിയപ്പെടുക. അതായത് ഇങ്ങനെ ചെറുക്കന്മാരിരിക്കണ സ്ഥലത്തിന്. ഇതാണ് നമ്മളെ പുതിയപ്പള കേട്ടോ. ഇവരെ നിക്കാവും നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. നിക്കാവും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഗ്രാഫറെ പറ്റി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് എൻ്റെ കല്യാണത്തിനും ഇവൻ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടാണ് ഇവനും. ഇപ്പോൾ കല്യാണമുള്ള ആളും കൂടിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പോകല്. കല്യാണത്തിൻ്റെ ഒറ്റ ഫോട്ടോ കയ്യിലില്ലെങ്കിലും ഇവനാണ് ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഫോട്ടോ മിസ്സായി പോയി പറഞ്ഞാൽ മെമ്മറി ആയിരുന്നു, അത് ചീത്തയായി പോയതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളും കയറി ചെറുക്കൻ്റെയും മണ്ണിൻ്റെയും ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഷൈന് വരാൻ പറ്റിയില്ല. ഷൈൻ്റെ വണ്ടി കേടായിട്ട് എവിടെയോ സ്റ്റക്കായി പോയി. അപ്പോൾ നിങ്ങൾ പോയിക്കോ, എനിക്ക് എത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അത് ലാസ്റ്റ് നമ്മളെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒപ്പമാണ്. കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞത് ഫുള്ള് നമ്മളെ തൊട്ടുള്ള വീട്ടിലത്തെ കുട്ടികളെ തന്നെയായിരുന്നു. ചെറിയ കുട്ടികളാകുമ്പോൾ പോലെ എടുത്ത് നടന്നൊരു ഓർമ്മയാണ് കേട്ടോ. കുട്ടികളങ്ങോട്ട് പെട്ടെന്ന് വലുതായി. അനുമോനൊക്കെ ചെറുതാവുമ്പോൾ വലും ചെറുതാണ്. അപ്പോൾ അനുമോൻ്റെ അടുത്ത് കളിക്കാൻ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട് കൊടുത്ത ടൈമിൽ അത് വാങ്ങിയ ആൾക്കാരല്ലേ ഓല കുട്ടികളും ഉണ്ട് കേട്ടോ. ഓല നമുക്ക് പുതിയതാണ്, പക്ഷെ പുതിയതായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഭയങ്കര കമ്പനിയായിരുന്നു. മക്കൾസായിട്ടും മരുമക്കളായിട്ടും ഇപ്പോൾ അവിടെ ഫുള്ള് സെറ്റാണ്ടോ. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പോകുന്നപ്പോൾ ഞങ്ങളുള്ള ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴി ഞാൻ ഫാൻസിയിൽ ഇറങ്ങി ഷൈനോട് അങ്ങോട്ട് വരാറുണ്ടോ. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് പോയി വന്ന കഥകൾ പറയാൻ വന്നിരുന്നിട്ട് ഇന്നത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മൂത്തമ്മടുത്ത കല്യാണ വ്ളോഗായിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ.